കോഴിക്കോട് ജില്ലയിലെ പ്രധാന തണ്ണീർത്തടങ്ങളിലൊന്നായ കോട്ടുളി വെറ്റ്ലാൻഡ് സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തുന്നതായി ആക്ഷേപം. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വ്യാപകമായി നികത്തുന്നുവെന്ന പരാതിയെ തുടർന്ന് സ്ഥലം എംഎൽഎ എ പ്രദീപ് കുമാർ പ്രദേശം സന്ദർശിച്ചു. നികത്തൽ സംബന്ധിച്ച് നടപടി ആവശ്യപ്പെട്ട് കളക്ടർക്ക് കത്ത് നൽകിയതായി എംഎൽഎ അറിയിച്ചു. കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്ത രാജ്യത്തെ 27 തണ്ണീർത്തടങ്ങളിലൊന്നാണ് സരോവരം ബയോപാർക്ക് ഉൾപ്പെടുന്ന കോഴിക്കോട്ടെ കോട്ടുളി വെറ്റ്ലാൻഡ്. 242 ഏക്കർ വരുന്ന പ്രദേശത്തെ 98 ഏക്കറോളം മാത്രമാണ് സർക്കാർ അധീനതയിലുള്ളത്. സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂരിഭാഗം വരുന്ന മേഖലയിലാണ് ഇപ്പോൾ തണ്ണീർത്തടം വ്യാപകമായി നികത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് എംഎൽഎ പ്രദീപ് കുമാർ സ്ഥലം സന്ദർശിച്ചു. നികത്തലിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതായി എംഎൽഎ അറിയിച്ചു. ഈ തണ്ണീർത്തടം നികത്തിക്കഴിഞ്ഞാൽ അത് തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് ജില്ലാ കളക്ടർക്ക് നികത്തിയ മണ്ണ് മുഴുവൻ അവരുടെ ചെലവിൽ എടുപ്പിക്കാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട് ആക്ട്. ആ ആക്ടോടെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊടുത്തത്. ജില്ലാ കളക്ടർ അതിനാവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ സംസാരിച്ചു. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കേണ്ട റവന്യൂ ഉദ്യോഗസ്ഥർ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുക്കുന്നതെന്ന് എംഎൽഎ ആരോപിച്ചു. ഈ ഇട്ട മണ്ണ് പൂർണ്ണമായിട്ടും അവരുടെ ചെലവിലെടുത്ത് മാറ്റിക്കണം. ആ നടപടി സ്വീകരിക്കേണ്ടത് കോഴിക്കോട് RDO ആണ്. പക്ഷേ RDO ഓഫീസിൽ നിന്ന് ഈ വില്ലേജ് ഓഫീസർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ മുകളിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്ന് പറഞ്ഞാൽ ഈ കയ്യേറ്റക്കാരെ, ഈ നികത്തുന്നവരെ കോഴിക്കോട് RDO ഓഫീസ് സംരക്ഷിക്കുകയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.